ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കുബൂസാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ കൂടെ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ സജഷൻസും ഐഡിയാസൊക്കെ തരികയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഗിവ് അവേ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക. എപ്പോഴും ഒരുപോലെ വെക്കുമ്പോൾ രസമില്ലല്ലോ. പിന്നെ ഗിഫ്റ്റും ഏത് രീതിയിലുള്ള ഗിഫ്റ്റാണ് വേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. കഴിഞ്ഞ ഗിവ് അവേ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കേക്ക് ഉണ്ടാക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ ഓരോരുത്തരും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ കുബൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു കുബൂസ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും എല്ലാം നമ്മൾ വളരെ കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പാലും ഈസ്റ്റും എല്ലാം കൂടെ വെജിറ്റബിൾസൊക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 2 കപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് പാലിലേക്ക് 2.5 കപ്പോളം മൈദ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് മൈദയുടെ കുറവുണ്ട്. അപ്പോൾ ബാക്കി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് കേട്ടോ 1 കപ്പ് പാലിലേക്ക് കറക്റ്റായിട്ട് എടുത്തത്. 1/2 കപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടിയെടുക്കണം. അതിന് മുൻപായിട്ട് മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കുബൂസ് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ മുകളിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം. 2 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട് കുബൂസ് റെഡിയാക്കാം. അപ്പോൾ കുബൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഈ ബോൾസ് ഇതിൽ നിന്നും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 6 വലിയ ബോൾസാണ് കേട്ടോ, ഇതുപോലെയുള്ള 6 വലിയ ബോൾസാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി പരത്തിയിട്ട് നമ്മൾ നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുബൂസ് റെഡിയാക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമുക്കറിയാം കുബൂസ് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക, അപ്പോൾ കട്ടിയിൽ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുബൂസിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ കുറേശ്ശെ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പൊടിയിൽ തന്നെ ഇത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് മാത്രം പ്രസ് ചെയ്തിട്ട് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് മാവ് നല്ല സോഫ്റ്റാണ്. കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ പരത്തിയാലും മതി. ഞാനിപ്പോൾ കുഴൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കുറച്ചുകൂടെ ഒന്ന് തിക്നെസ് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കുബൂസും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ സാധാരണ കുബൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാ കുബൂസും ഇതുപോലെ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഫ്രൈ പാനോ തവയോ എന്തെങ്കിലും എടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ കുറേ സമയം എടുത്തിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് വരുള്ളൂ. അപ്പം അതുകൊണ്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുബൂസാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. നാളെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്